ഉവാച ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്രരാജ്ഞാ വികൽപ്പിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിശിത ശോകേന ശുഷ്യദ്വദന ഹൃൽ സരോജോഹതപ്രഭ വിഭും തമേവാനുധ്യായ നാശക്കുന്നുൽ പ്രതിഭാഷിതും കൃച്ഛ്രേണ സംസ്തഭ്യ ശുചപാണിനാമൃജ്യനേത്രയോ പരോക്ഷേണ സമുന്നതപ്രണയ ഉത്കണ്ഠികാതര സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗതയാ ഗിരാ. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ യേന മേപഹൃതം തേജോ ദേവവിസ്മാപനം മഹൽ യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷമൃതക പ്രോച്യതേഥ യൽ സംശ്രയാൽ ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിയതസ്യ മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാജ കൃഷ്ണ യൽ സന്നിധാവഹമുഖാണ്ഡവമഗ്നയതാമിന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാത്ഭുത ശില്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ യത്തേജസാ നൃപശിരോഘ്രിമഹന്മഖാർത്ഥ്യാര്യോനുജസ്തവഗജായുധ സത്വവീര്യ തേനാഹൃതാ ആ പ്രമഥനാഥമഖായ ഭൂപയന്മോചിതാസ്തനയൻ ബലിമധ്വരേതേ പത്ന്യാസ്തവാധിമഖകൽപതമഹാഭിഷേകശ്ലാഘിഷ്ഠചാരുകപരംകിതവൈः സഭായാം സ്പൃഷ്ടം വിഗീര്യപതയോः പതിതാശ്രമുഖ്യൈസ്തൽസ്ത്രിയോ ഗൃതഃ ദേശവിമുക്തകേശാः യോനോ ജുഗോപ വനമേത്യ ദുരന്തകൃച്ഛ്രാൽ ദുർവാസസോരിവിഹിതാദൈതാഗ്രഭുഗ്യ ശാകാന്നശിഷ്ടമുപേജയതസ്ത്രിലോകീം തൃപ്താമംസ്ത സലിലേ വിനിമഗ്നസംഘഃ യത്തേജസാധ ഭഗവാൻ യുധിശൂലപാണിർവിസ്മാവിതസ ഗിരിജോസ്ത്രമദാന്തിജമ്മേ അന്യേപി ചാഹമമുനൈവ കളേപരേണ പ്രാപ്തോ മഹേന്ദ്രഭവനെ മഹദാസനാർത്ഥം തത്രൈവ മേ വിഹരതോ ഭുജദണ്ഡയുഗ്ഗമം ഗാണ്ഡീവ ലക്ഷണമരാധിവധായ ദേവാഃ സേന്ദ്ര ആശ്രിതായ ധനുഭാവിതമാജമീഢതേനാഹമുദ്യമുഷിത പുരുഷേണ ഭൂമ്നാ യദ്ബാന്ധവക്കുരുബലാബ്ധിമനന്തപാരമേകോരഥേന തദരേഹമദാരിസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യ യോ ഭീഷ്മകർണ ഗുരുശല്യചമൂഷ്വദഭ്രരാജന്യവര്യഥമണ്ഡലമണ്ഡിതാസു അഗ്രേ ചരോ മമ വിഭോ രഥയൂഥപാനമായുർമനാംസി ച ദൃശാ സഹ ഓജാർച്ഛൽ യദ്ദോഷുമാ പ്രണഹിതം ഗുരുഭീഷ്മകർണനപൃതൃകർത്തശല സൈന്ധവബാല്ഹികാദ്യൈഃ അസ്ത്രാണി അമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശുർനൃഹരിദാസമിവാസുരാണി സൗത്യേ വൃതക്കുമതിനാൽപതൈശ്വരോ മേ യൽപാദപൽപമഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭൂയിഷ്ഠം ന പ്രാഹരൻ യദനുഭാവനിരസ്തചിത്താഃ നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപ്പിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ ശയ്യാസനാടന വികഥന ഭോജനാദിഷ്വൈക്യാദ്വയസ്യർദവാനിധി വിപ്രലബ്ധ സഖ്യു സഖേവ വിതർവത്തനയസ്യ സർവം സേഹേ മഹാന്മഹിതയാ കുമതേരഖം മേ സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനർജിതോസ്മി തദ്വൈ ധനുസ്തൈഷവസ്തരഥോഹയാസ്തേ സോഹം രഥീ നൃപതയോ യദാനമന്തി സർവം ക്ഷണേന തദഭൂതസദീശരികൃതം ഭസ്മൻഹുതം കുഹകരാദ്ധമിവോപ്തമൂഷ്യാം രാജം സ്ത്വയാഭിപൃഷ്ടാനം സുഹൃദാം ന സുഹൃൽപുരേ വിപ്രശാപവിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിഥ വാരുണീം മതിരാം പീത്വമതോന്മഥിതചേതസാം അജാനതാമിവാന്യൂനം ചതു പഞ്ചാവശേഷിതാഃ പ്രായേണ ഇതൽ ഭഗവതൈശ്വരസ്യ വിചേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ജയന്മിഥ ജലൗകസാം ജലയദ്ദുന്മഹാന്തോ ദന്ത്യണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ ഏവം ബലിഷ്ഠൈര്യതുഭിർമഹദ്ഭിരിതരാൻ വിഭു യദോനിയതുഭിരന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാരഃ ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതശ്ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. സൂത ഉവാച ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദ സരോരുഹം സൗഹാർദ്ദേനാദിഗാഠേന ശാന്താസിൽ വിമലാമതി വാസുദേവാഘ്രി അനുധ്യാന പരിബൃംഹിതരംഹസ ഭക്തിയാ നിർമ്മഥിതാശേഷകഷായധിഷ്ണോർജുന ഗീതം ഭഗവതാജ്ഞാനമെത്തൽ സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമൽ വിഭു വിശോകോ ബ്രഹ്മസമ്പത്യ സംഛിന്നദ്വൈത സംശയ ലീനപ്രകൃതി നൈർഗുണ്യതലിംഗത്വാദസംഭവ നിശമ്യ ഭഗവന്മാർഗം സംസ്ഥായ ദൂലസ്യ ച സ്വപഥായ മതിം ചക്ര നിഭൃത ആത്മാ യുധിഷ്ഠിരഃ
പൃഥാപ്യനുസൃത്യ ധനഞ്ജയോദിതനാശം യദൂനം ഭഗവത്ഗതിം ച താം ഏകാന്തഭക്തിയാ ഭഗവത്യധോക്ഷജേ നിവേശിതാത്മോപരിരാമ സംസൃതേ യയാഹരിൽ ഭൂഭാരം താന്തനു വിജഹാവജ കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശി ദുസ്സമം യഥാ മത്സ്യാദിരൂപാണി ധത്തെ ജിഹ്യാദ്യഥാ നട ഭൂഭാരക്ഷപിതോയേന ജഹൗതച്ച കളയപരം യഥാ മുകുന്ദോ ഭഗവാനിമാ മഹീം ജഹൗ സ്വതന്വാ ശ്രവണീയ സൽക്കഥ തഥാ ഹരേവ പ്രതിബുദ്ധചേതസമധർമ്മഹേതുക്കലിരന്വവർത്തത യുധിഷ്ഠിരസ്ഥൽപരിസർപ്പണം ബുധ പുരേജരാഷ്ട്രേ ഗൃഹേ തഥാ ആത്മനി വിഭാവ്യലോഭാനൃതജിംഹഹിംസനാദ്യധർമ്മചക്രം ഗമനായ പര്യഥാൽ സ്വരാട് പൗത്രമിനൈനം ആത്മനസ്സു സമം ഗുണൈഃ തോയ നിവ്യാഹപതിം ഭൂമിരഭ്യഷിഞ്ചൽ ഗജാഹ്വേ മധുരായാം തഥാ വജ്രം ശൂരസേനപതിം തതഃ പ്രാജാപത്യാം നിരൂപ്യേഷ്ടിമഗ്നീൻ അഭിപതീശ്വര വിസൃജ്യ തത്ര തൽസർവം ദുകൂലവലയാധികം നിർമ്മമോ നിരഹങ്കാരഃ സംഛിന്നാശേഷബന്ധന വാചം ജുഹാവ മനസ്സി തൽപ്രാണയിതരേ ച തം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വൈ ഹജോഹവിൽ ത്രിത്വേ ഹുത്വാധ പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവമാത്മന്യജുഹവിൽ ബ്രഹ്മണ്യാത്മാനമവ്യയേ ചിരവാസാ നിരാഹാരോ ബദ്ധവാങ് മുക്തമൂർധജ ദരിശയന്നാത്മനോ രൂപം ജഡോന്മത്തപിശാചവൽ അനപേക്ഷമാണോ നിരകാൽ അശൃണ്വൻ ബധിരോ യഥാ ഉദീജീം പ്രവിവേശാശാം ഗതപൂർവാം മഹാത്മഭി. ഉപനിഷത്തുക്കളിൽ പല ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സത്യസ്വരൂപത്തെ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് ഉപനിഷത്തുകളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വേദാന്ത ശാസ്ത്ര സിദ്ധാന്തം ഉറപ്പിച്ചു ബ്രഹ്മസൂത്രത്തിലൂടെയും അദ്ദേഹം സംതൃപ്തി കിട്ടിയില്ല എന്നാണ്. അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ഇരിക്കുക. ഇനി എന്താ ഞാൻ ചെയ്യാൻ വിട്ടുപോയത്? എന്താണ് എൻ്റെ പോരായ്മ, കുറവ്? ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒരുപക്ഷേ ഭഗവാന്റെ മഹിമയെ അത്ര വർണ്ണിച്ചില്ല, അതാവുമോ? ഇങ്ങനെയൊക്കെ വിചാരിച്ച് ആത്മാർത്ഥമായി പരിതപിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ അപ്പം അതിന് പരിഹാരം സർവേശ്വരൻ കണ്ടെത്തും. കാരണം ആ ഈശ്വരൻ നമ്മുടെ മനസ്സാക്ഷിയായിട്ട് നമ്മുടെ ഓരോ ഫീലിങ്സിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിരിക്കണം. അപ്പോൾ ഉടനെ വന്നു ഭഗവാന്റെ മറ്റൊരു അവതാരമേ നാരദ മഹർഷി. നാരദൻ ഭഗവാന്റെ അവതാരമാണ്. നാരദ മഹർഷി വീണയിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഉപനിഷത്ത് മന്ത്രം ജപിച്ചുകൊണ്ടാണ് വരണേ. ഏത് ഉപനിഷത്ത് അത്? കലിസന്തരണം. കലിയെ ജയിക്കാനുള്ള ഒരു ഉപനിഷത്തുണ്ട്. അതാണ് കലിസന്തരണോപനിഷത്ത്. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛൻ്റെ അടുത്ത് പോയിട്ട് മകൻ ചോദിക്കുക, അച്ഛാ ഈ കലികാലത്ത് ജനങ്ങൾ എങ്ങനെയായി കൽമഷം മനസ്സിനെ നീക്കി ശുദ്ധീകരിക്കാൻ എന്താ ഉപായം? അപ്പോൾ പറഞ്ഞു കൊടുക്കുക ഈ 16 നാമുള്ള മന്ത്രം. അത് പാടിക്കൊണ്ടാണ് നടക്കുന്നത്. വന്നു നാരദ മഹർഷിയെ കണ്ട ഉടനെ ഭക്തിയോടുകൂടി ബഹുമാനിച്ചു, പൂജിച്ചു, നമസ്കരിച്ചു. വ്യാസൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഹേ മഹർഷേ, എന്താ അങ്ങയുടെ മുഖത്തൊരു മ്ലാനത, ഒരു കൃതാർത്ഥതയില്ലാത്ത മാതിരി? അങ്ങ് ലോകമംഗളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? ബ്രഹ്മസൂത്രം എഴുതിയ അതിലൂടെ ആ പരമസത്യം എന്താണെന്ന് വ്യക്തമാക്കി കൊടുത്തു. മഹാഭാരത രചനയിലൂടെ ലോകത്തെ അനുഗ്രഹിച്ചു, പുരാണേതിഹാസങ്ങളിലൂടെയൊക്കെ. എന്നിട്ടും എന്തേ അങ്ങയുടെ മനസ്സിന് ഒരു കൃതാർത്ഥതയില്ലാത്ത മാതിരി, സംതൃപ്തിയില്ലാത്ത മാതിരിയും? അപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞു, അങ്ങ് സർവജ്ഞൻ. അങ്ങനെപ്പോലുള്ള മഹാത്മാക്കളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നമ്മുടെ അല്പജ്ഞാനം വിളമ്പാൻ പാടില്ല, പഠിപ്പിക്കുക നമ്മളെ. വേദവ്യാസൻ പറയുകയാണ്, എനിക്കറിയില്ല എൻ്റെ പോരായ്മ എന്താണെന്ന്, അത് ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. അങ്ങ് എല്ലാം അറിയുന്ന ആൾ, അങ്ങ് പറഞ്ഞു തരും ഞാൻ എന്താണെന്ന് ചെയ്യാൻ വിട്ടുപോയത്, എൻ്റെ കുറവ് എന്താണെന്ന്. കണ്ടോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം നമുക്ക് മഹാത്മാക്കളുടെ അടുത്ത് വരുമ്പോൾ? അല്പജ്ഞാനം വിളമ്പാൻ പാടില്ല. നമ്മൾക്ക് മഹാത്മാരടുത്ത് പോയി മിണ്ടാണ്ടിരിക്കുക, എന്തെങ്കിലും ഇങ്ങോട്ട് വീണ് കിട്ടിയാൽ സ്വീകരിച്ചോളുക. ചില ആൾക്കാരങ്ങല്ല, അവരുടെ നമ്മളെ അറിവ് പ്രകാശിപ്പിക്കാൻ പോകും. എനിക്കതൊക്കെ അറിയാം, ഇതൊക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ മഹാത്മാക്കളാണെങ്കിലോ അതിനേക്കാൾ സിമ്പിൾ. അവർക്കൊന്നും അറിയില്ല, അത് അറിയവർ ഒന്നും അറിയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എളുപ്പമായി. അങ്ങനെയാണ്. ആട്ടെ, വേദവ്യാസ മഹർഷി ഇങ്ങനെ പറഞ്ഞ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, ഓ അങ്ങ് പലതും ചെയ്തു ലോകമംഗളത്തിന് വേണ്ടി, പക്ഷേ വളരെ പ്രധാനമായ ഒന്ന് അങ്ങ് വിട്ടുപോയി. ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും എത്രയും പ്രാധാന്യം കൊടുത്തോ അത്രത്തോളം പ്രാധാന്യം ഭഗവാന്റെ മഹിമയ്ക്ക് അങ്ങ് കൊടുത്തു വർണ്ണിച്ചില്ല. പച്ചയായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഭഗവാന്റെ നിർമ്മലമായ യശസ്, പാവനമായ കീർത്തി, ശ്രവണമാത്രം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകുന്ന വാസുദേവ മഹിമ, ഭക്തന്മാരുടെ മാഹാത്മ്യം, നാമമഹിമ, ഇതൊന്നും അങ്ങ് വർണ്ണിക്കേണ്ടായില്ല.
ഈശ്വരനെ മഹിമയെ വർണ്ണിക്കാത്ത രചന എത്ര കേമായാലും സജ്ജനങ്ങൾ തിരിഞ്ഞു നോക്കില്ല. കാക്ക കുളിച്ച ചെളിക്കുണ്ടിനെ ആരേനങ്ങൾ തിരിഞ്ഞു നോക്കാത്ത മാതിരി. എന്നാലോ വൃത്തമില്ല, സാഹിത്യമില്ല, അതൊന്നുമില്ലെങ്കിലും ഈശ്വരഗുണഗണങ്ങളും മഹിമകളും വർണ്ണിക്കണ ഗ്രന്ഥമാണെങ്കിലോ സജ്ജനങ്ങൾ സദാ ആദരിക്കും, പഠിക്കും, കേൾക്കും, കേൾപ്പിക്കും. നമ്മൾ പഠിച്ച ഉപനിഷത് ജ്ഞാനം പോലും, വേദാന്ത ജ്ഞാനം പോലും ഭഗവത് ഭക്തിയില്ലെങ്കിൽ അനുഭവത്തിൽ വരില്ല. പറയാം നൈഷ്കർമ്യമവി അച്യുതഭാവ വർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. അത് ഉപനിഷത്തിൻ്റെ തകരാറുകൊണ്ടല്ല, പിന്നെ നമ്മുടെ മനസ്സിൻ്റെ തകരാറുകൊണ്ട്. ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാവാത്തവന് വേദാന്ത പഠനം പോലും അനുഭവത്തെ കൊടുക്കൂല. പിന്നെ ഈശ്വരനിൽ അർപ്പിക്കാതെ ചെയ്യുന്ന സകാമകർമ്മങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ ചോദിക്കുക. അങ്ങനെ എന്താ പറഞ്ഞത്? ധർമ്മാനുഷ്ഠിക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മാനുഷ്ഠിക്കാൻ പറഞ്ഞത്? അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയില്ലേ? അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം എത്ര കാലം അനുഷ്ഠിച്ചാലും മനസ്സ് കേടുവരില്ലാതെ ശുദ്ധമാവാൻ പോണില്ല. വീണ്ടും വാസനയും ആസക്തിയും കൂടില്ലല്ലോ. അങ്ങ് സർവജ്ഞനാണ്, ഈശ്വരാവതാരമാണ്. ലോകരീത്യ ഒരു ഗുരുനാഥനെ ഓർമ്മിപ്പിക്കണമല്ലോ ശിഷ്യനെ. അതാണ് ലോകത്തിന് അനുഗ്രഹവും ഉപകാരവുമാകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് പോവല്ല. ആ ഭഗവാന്റെ മഹിമയ്ക്ക് എത്ര പെട്ടെന്നൊരാളെ പരിവർത്തനം ചെയ്യാൻ കഴിയും എന്നുള്ളതിന് തെളിവ്, സാക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞു. നാരദൻ എൻ്റെ ജീവിതകഥ പറയണത് ഒന്ന് ഇവിടെ, ഒന്ന് ഇനി ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജസൂയം നടന്ന സമയത്ത് അവിടെ വെച്ച് ഭഗവാനെ രാജസൂയത്തിൽ പൂജ ചെയ്തിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശിശുപാലിന് മുക്തിയൊക്കെ കൊടുത്ത സമയത്ത് ആ ഭഗവാന്റെ മഹിമ പറയുമ്പോൾ പറയും. പണ്ട് ഉപപർഹണം എന്ന് പേരായ ഗന്ധർവനായിരുന്നു പോലും അദ്ദേഹം. അതിസുന്ദരനായതുകൊണ്ട് സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് സുന്ദരിമാരോടുകൂടി മഹർഷിമാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ മഹർഷിമാർ ശപിച്ചു, നീ ഒരു ദാസിയുടെ മകനായി പോട്ടെ എന്ന്. അങ്ങനെ ദാസീപുത്രനായി തീർന്ന അവസ്ഥ ഇപ്പോൾ പറയണത്. പല ഗൃഹങ്ങളിലും പരിചാരികയായിക്കൊണ്ട് ജോലി ചെയ്യുക. ആകെ ഒരു മകനുണ്ട്. അച്ഛനില്ലാത്ത മകനെ വളർത്താൻ വഴിയില്ലാതെ ഇവനെ വലിയ നിലയിൽ കാണാനൊക്കെ മോഹിച്ചുകൊണ്ട് ആ അമ്മ അങ്ങനെ പല വീട്ടിലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 4 മാസക്കാലം കുറച്ച് മഹർഷിമാരെ സേവ ചെയ്യാനൊരു ഭാഗ്യം ഈ കുട്ടിക്കുണ്ടായി. ആ നാട്ടിൽ കുറച്ച് മഹർഷിമാർ വന്ന സമയത്ത് ഈശ്വര കാര്യത്തിലും അതുപോലെ ഭഗവത് വിഷയത്തിലും താല്പര്യമുള്ള ആൾക്കാർ ഇവരെ വന്ന് നമസ്കരിച്ചു. അവരോട് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവരൊരു ചാതുർമാസ്യം അവിടെ താമസിച്ചു. അപ്പോൾ അവരൊക്കെ ഗൃഹസ്ഥന്മാർ പല തിരക്കുള്ളവരല്ലേ, അവരെ ജോലിയൊക്കെ ഒഴുക്കി വെച്ചിട്ട് കുറച്ച് നേരം വന്നിരിക്കും. അവർക്ക് ഭജന കീർത്തനങ്ങളും തിരുനാമവും ജപവും, അതിനുശേഷം ഭഗവാന്റെ പ്രവചനമൊക്കെ ഉണ്ടാവും. അത് കേൾക്കും. അപ്പോൾ ഇവരെ പരിചരിക്കാൻ ഒരാളില്ല. ഇവർക്കാർക്കും അവരോട് പോയി സ്ഥിരമായി നിൽക്കാൻ വയ്യല്ലോ. അപ്പോൾ ഈ നമ്മുടെ അവിടുത്തെ പരിചാരികയുടെ മകൻ ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ, അവൻ 4-5 വയസ്സ് പ്രായമായിട്ടുള്ളൂ. എന്നാലും അവൻ എന്നെ വിളിച്ചിട്ട് അവരെ ശുശ്രൂഷിക്കാൻ അവിടെ നിയോഗിച്ചു അത്രേ. ഞാനവിടെ അടക്കൊതുക്കത്തോടുകൂടി വിനയത്തോടുകൂടി അവരെന്ത് ചോദിച്ചാലും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് 4 മാസം കഴിഞ്ഞു. ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണം. അവരെണീക്കേ, അവർക്ക് പൂജാ ജപം ഹോമമുണ്ട്, അതിനൊക്കെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം. അങ്ങനെ 4 മാസം കുട്ടിയുടെ ജീവിതത്തിന് ആകെപ്പാടെ ഒരു ചിട്ട വന്നു. 41 ദിവസം വേണ്ട, 21 ദിവസം മതി. 21 ദിവസം നമ്മൾ ഒരു കാര്യം മുടങ്ങാണ്ട് ശീലിച്ചാൽ അത് നമ്മുടെ സ്വഭാവമാവുമെന്നാണ് ഇന്ന് മോഡേൺ സൈക്കോളജി പറയണത്. അറിയോ? അപ്പോൾ നമ്മളൊക്കെ ഒരു 41 ദിവസമാണ് ഒരു വ്രതം എടുക്കുക അല്ലേ, മണ്ഡലം 41 ദിവസം. അപ്പോൾ 41 ദിവസം നേരത്തെ എണീക്കുക, കുളിക്കുക, ജപിക്കുക, ഒരു തപോനിഷ്ഠമായ ജീവിതം. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്താവും? അത് നമ്മുടെ സ്വഭാവമായി മാറും. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കഴിഞ്ഞാലും കുറേയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. ശരിയല്ലേ? അപ്പോൾ കുട്ടിക്ക് 4 മാസമാണ്, ഒരു ദിവസം 2 ദിവസമല്ല. ഈ 4 മാസം കുളി, ജപം, ധ്യാനം, പൂജ ഇതൊക്കെ കാണുക, ഭജന കീർത്തനങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറയണം കേൾക്കുക. ഇതൊക്കെ കേട്ട് 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 ആ കുട്ടിയല്ലേ, വേറെ സംസ്കാരങ്ങളൊന്നും ഉണർന്നിട്ടില്ല. ആ കുട്ടിക്ക് ഈശ്വരനിൽ പരമഭക്തി ഉണ്ടായി. ഭഗവാന്റെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു. ആ ഭഗവാനിൽ ഭക്തി മനസ്സുറച്ചു. ഭഗവാനിൽ അങ്ങനെ ആ ഭക്തനായി മാറി നാം. ആ മഹർഷിമാർക്ക് ശുശ്രൂഷയും അവർ ഭഗവാന് നൈവേദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ കൊടുത്ത് ആ പ്രസാദമാണ് അവർ കഴിക്കുക. ദിവസത്തിൽ ഒരു പ്രാവശ്യം അവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് ഈ കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ അവരുടെ പ്രസാദം മഹാപ്രസാദമായി. മഹാന്മാർ കഴിച്ചത് ഇച്ചിലല്ല, നമ്മൾ കഴിച്ചാൽ ഇച്ചിലാവുക. മഹാന്മാരുടെ കഴിച്ചിട്ട് ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രസാദമാണ്, മഹാപ്രസാദം. കാത്തിരിക്കുന്നു അമ്മയുടെ എന്തിൽ നിന്ന് കിട്ടാൻ പ്രസാദം. അമ്മ കഴിച്ചിട്ട് ആ ഇലയിൽ നിന്ന് കിട്ടിയാൽ ആ ഇല നക്കിയാലും മതി. വെറുതെ പറയണമല്ലോ, അത് ഉച്ഛിഷ്ടം എന്നാണ് പറഞ്ഞത് അവിടെ. ആ മഹാത്മാക്കൾ, ആ യോഗീശ്വരന്മാർ ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിച്ച് ബാക്കിയുള്ള ഉച്ഛിഷ്ടം ഈ കുട്ടിക്ക് കൊടുക്കും. അത് കഴിച്ചപ്പോൾ വേഗം മനസ്സ് ശുദ്ധമായി. പിന്നെ ഭഗവാന്റെ നാമജപം, കഥാകേശ്രവണം, പോരാത്തതിന് നിഷ്കാമമായ സേവന. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ കുട്ടി ശുശ്രൂഷിക്കണവരെ പരിചരണം. അവരുടെ കുട്ടിയുടെ മനസ്സ് വേഗം ഭക്തി കൊണ്ട് ശുദ്ധമായി മനസ്സിൽ ഭഗവാനിൽ ഉറച്ചു.
4 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി ആളാകെ മാറി. വന്ന കുട്ടിയല്ല, ഇനിയിപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണ്ട, അതായി ഇപ്പോൾ കുട്ടിക്ക് വിചാരം. എന്നും ഈ മഹർഷിമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടാമെന്ന് കുട്ടി തീരുമാനിച്ചു. ആ ഗുരുനാഥൻ്റെ കാൽക്ക് പോയി വീണ് നമസ്കരിച്ചു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇവർ പോവുകയാണെന്ന് മനസ്സിലായേ. ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, ഞാൻ എന്നും നിങ്ങൾക്ക് ഇങ്ങനെ സേവനം ചെയ്യാം. എനിക്ക് ഈ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ട് എന്ത് സുഖാപ്പം തോന്നണത്, ഞാനൊന്നും അറിയണില്ല, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ആരാണ് ഏതാണ് എവിടത്തെയാണെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇവനെ ആകെ അവലംബം അമ്മയാണ്. അമ്മ ഈ കുട്ടിയെ നല്ല നിലയിൽ വളർത്തി കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടായ അമ്മയ്ക്ക് സങ്കടാവില്ലേ? അതൊക്കെ അറിഞ്ഞപ്പോൾ ആ മഹാന്മാർ പറഞ്ഞു, ഉണ്ണി നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണ്ട, നിനക്ക് അമ്മ മാത്രമല്ലേ ആശ്രയം, ആ അമ്മയ്ക്ക് നീ സഹായമൊക്കെ ചെയ്യണ്ടേ, എല്ലാം അനുകൂല സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഭഗവാന്റെ ആ രഹസ്യമായ ആ സ്വരൂപത്തെക്കുറിച്ചും ഭാഗവധർമ്മത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് അവർ ഉപദേശം ചെയ്തു. എന്നിട്ട് 2 കൈയും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ സങ്കടപ്പെടുന്നു വേണ്ട, നീ അമ്മയ്ക്ക് കുറച്ച് സഹായം ചെയ്യുക, ബാക്കിയുള്ള സമയം ഇതുമായി തന്നെ വെളുപ്പാങ്കാലത്ത് എണീക്കുക, കുളി ജപം പൂജ ധ്യാനമൊക്കെ നീ ചെയ്യുക, അതിനുശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, ബാക്കിയുള്ള സമയത്ത് മുഴുവൻ എൻ്റെ ആ ഭഗവാന്റെ സ്മരണയിൽ നീ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് മഹർഷിമാർ പോയി. പിന്നീട് കുറച്ചു കാലം കൂടിയും ആ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ പശുവിനെ കറക്കാൻ പോയപ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. അതോടെ അതും അനുഗ്രഹമായി വിചാരിച്ചു ഞാനത്രേ. കാരണം ഈ ലോകത്തിൽ ഒരു ബന്ധമേ ഉണ്ടായുള്ളൂ ഈ അമ്മ, ഇനിയിപ്പോൾ ഞാൻ സ്വതന്ത്രനായല്ലോ എന്ന് വിചാരിച്ച് നേരെ വടക്കോട്ട് പോയി. എവിടെയെങ്കിലും തീർത്ഥസ്ഥലങ്ങളിൽ വെച്ച് ഈ മഹർഷിമാരെ കാണാം, അവരുടെ സംഘത്തിൽ ചേരാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. എന്തായാലും നടന്ന് കാടും മേടും പല നദികളും പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചു, പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ചു, ഇങ്ങനെ സഞ്ചരിച്ച് ഒരു പെരും കാട്ടിലെത്തി. ഭയാനകമായൊരു കാട്, ക്ഷീണവും തളർച്ചയും വിശപ്പും ദാഹമൊക്കെ വല്ലാതെ അലട്ടി. അപ്പോൾ നല്ലൊരു തടാകം കണ്ടു, അതിലിറങ്ങി കുളിച്ചു, ധാരാളം വെള്ളമൊക്കെ കുടിച്ചു, ക്ഷീണമൊക്കെ മാറി. അടുത്ത് കണ്ട ഒരു മരത്തിൻ്റെ ചോട്ടിൽ കയറിയിരുന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു. ഗുരുനാഥന്മാർ ധ്യാനിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ, ധ്യാന സമ്പ്രദായമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിത ചേതസ, ആ ഭക്തിയോടുകൂടി ഉള്ളൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കണ്ണീരോടുകൂടി ഭഗവാനെ എനിക്കൊന്ന് അവിടുത്തെ ദർശനം തന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ള ആ വേവലാതിയോടുകൂടി വ്യാകുലതയോടുകൂടി ഞാൻ ആ ഭഗവാനെ ധ്യാനിച്ചതും പെട്ടെന്ന് ആ ഭഗവാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു അത്രേ. ആ ഭഗവാന്റെ ദിവ്യകോമള രൂപം, അതിമനോഹരമായ സുന്ദര രൂപം എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രകാശിച്ചില്ലേ. പ്രേമാതിഭര നിർഭിന്ന, ആ പ്രേമം കൊണ്ട് മനസ്സങ്ങോട്ട് അലിഞ്ഞ സമയത്ത് ആ ഭഗവാന്റെ ദിവ്യകോമള രൂപം കണ്ട് ഹൃദയമലിഞ്ഞ് ആനന്ദ കണ്ണീർ വിട്ടുകൊണ്ട് ശരീരം അങ്ങനെ പുളകം കൊണ്ട് നിറഞ്ഞു. എല്ലാം മറന്നു ഞാൻ. ആ ഭഗവാനെ ഉള്ളിൽ കണ്ട് ആ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരുന്ന എൻ്റെ മനസ്സ് ആ ഭഗവാനിലെ കണ്ട് അലിഞ്ഞു പോയി. ആനന്ദ സംപ്ലവേലീന നാവശ്യമുഭയം മുനേ. പറയുക വ്യാസമഹർഷയെ, ഞാൻ എന്നെ മറന്നതോടുകൂടി, എൻ്റെ മനസ്സ് ഭഗവാന്റെ രൂപത്തിൽ അങ്ങോട്ട് കണ്ട രൂപത്തിൽ അലിഞ്ഞു പോയതോടുകൂടി ഞാൻ എന്നെയും മറന്നു, ദേഹത്തെയും മറന്നു, ലോകത്തെയും മറന്നു. നോക്കൂ, ഭക്തിയിലൂടെ സഗുണ ഭഗവാനെ ഉപാസിച്ച് സഗുണ രൂപം മനസ്സിൽ തെളിഞ്ഞ് ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സലിഞ്ഞു ചേർന്ന് ആ നിർവികൽപ്പ സമാധിയുടെ അനുഭവം ഉണ്ടാവണത് ക്രമമാണ് ഇപ്പോൾ പറഞ്ഞത് നാരദൻ്റെ അനുഭവത്തിലൂടെ. ഭഗവാനെ 2 തരത്തിൽ ഉപാസിക്കാം. സഗുണസാകാരനായ ഇഷ്ടദേവതാരൂപത്തിൽ ഉപാസിക്കാം, അഥവാ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആത്മതത്വമായിട്ട് ഉപാസിക്കാം. ഓരോരുത്തർക്ക് ഏതാണോ എളുപ്പമുള്ള വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സഗുണോപാസന, ഭക്തിയോടുകൂടി ഈശ്വരനെ സേവിച്ച് ആ ഭഗവാനെ ആത്മാർത്ഥമായ വ്യാകുലതയോടുകൂടി ധ്യാനിച്ച് ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞതോടുകൂടി ഉള്ളിൽ ആനന്ദവും ഉൾപ്പുളകവും അനുഭവപ്പെട്ടു. ക്രമത്തിൽ ആ മനസ്സ് ഭഗവാനിൽ അങ്ങോട്ട് അലിഞ്ഞുപോയി. അതോടെയോ മനസ്സലിഞ്ഞാൽ പിന്നെ താനില്ലല്ലോ. ഉറക്കത്തിൽ നമ്മൾ അറിയില്ലേ മനസ്സലിഞ്ഞിട്ടുള്ള ലോകത്തെ നമ്മളെ മറന്നിട്ടുള്ള അവസ്ഥ. അതുപോലൊരനുഭവം ആ ഈശ്വരാനുഭൂതി. എത്ര നേരം അങ്ങനെ ഇരുന്നു അറിയില്ല, കാലവും ദേശമൊക്കെ മനസ്സിലല്ലേ. ഒന്ന് മാത്രം ഓർമ്മയുണ്ട്, ഉണർന്നപ്പോൾ പരമാനന്ദത്തിലാണ് ഞാൻ മുഴുകിയതെന്ന്. കുറേ നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നതും വീണ്ടും ദേഹബോധം വന്നു, കാട്ടിലരിക്കണത് വിചാരം വന്നു, വിശപ്പും ദാഹമൊക്കെ അനുഭവപ്പെട്ടു, ശരീരധർമ്മങ്ങൾ വന്നു. വീണ്ടും ആ ഭഗവാന്റെ ആ ദിവ്യകോമള രൂപം കണ്ട ആ ആനന്ദത്തിലെല്ലാം മറന്ന് അങ്ങനെ മുഴുകാൻ മോഹിച്ചുകൊണ്ട് വീണ്ടും നാമം ജപിച്ചുകൊണ്ട് പരിശ്രമിച്ചു. പക്ഷേ പിന്നെ ഒരിക്കൽ പോലും ആ ഭഗവാന്റെ ദർശനം ഉണ്ടായില്ല, രൂപം മനസ്സിൽ വന്നില്ല പറയാം. അപ്പോൾ വല്ലാത്ത സങ്കടം, നിരാശനായിക്കൊണ്ട് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടപ്പെട്ട് കരഞ്ഞു. ആ സമയത്ത് ശുചപ്രശമയന്നിവ, കൊച്ചുകുട്ടിയല്ലേ, അച്ഛനമ്മമാരൊക്കെ കുട്ടികളെ സമാധാനിപ്പിക്കില്ലേ, നല്ല വാക്ക് പറഞ്ഞ്. ഇതുപോലെ എൻ്റെ സങ്കടം കണ്ട് ആ സങ്കടത്തെ തീർത്തുകൊണ്ട് പ്രഭു ആ ശരീരിയിലൂടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു,
ഹന്താസ്മിൻ ജന്മനി ഭവാൻ നമാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വ കഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഉണ്ണി, ഈ ജന്മത്തിൽ ഇനി നിനക്ക് എൻ്റെ ദർശനമുണ്ടാവില്ല, ഈ അനുഭവം ഉണ്ടാവില്ല. എന്താ കാരണം? മനസ്സിലെ വാസനകൾ നീങ്ങി മനസ്സത്യന്തം പരിശുദ്ധമായവർക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അർഹത കിട്ടിയിട്ടായിട്ടല്ല കുട്ടിക്ക് ദർശനം കൊടുത്തത്. പിന്നെയോ, ഒരു പ്രാവശ്യം ഞാൻ നിനക്ക് ദർശനം തന്നത് എന്നിലുള്ള പ്രേമം നിനക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിൻ്റെ മനസ്സ് എന്നെ വിട്ട് ഒരു വസ്തുവിലും പോവില്ല. ക്രമത്തിൽ നിൻ്റെ മനസ്സ് എന്നിൽ ഉറയ്ക്കും. അവസാനം സകല വിഷയവാസനകളും നീങ്ങി നീ പരിപൂർണമായി എന്നിൽ ചേരും. ആ മഹാത്മാക്കളെ ശുശ്രൂഷിച്ചതുകൊണ്ടും അവരുടെ അനുഗ്രഹമൊക്കെ നിനക്കുണ്ടായില്ലേ എൻ്റെ ഭക്തന്മാരുടെ? അതൊക്കെയാണ് നിനക്കിപ്പോൾ ഈ അനുഭവം ഉണ്ടാവാൻ കാരണം. വാസന നീങ്ങി മനസ്സത്യന്തം നിർമ്മലമാവാത്ത കുയോഗികളെന്ന് അവർ പറയാം. പരിശ്രമിക്കേണ്ട ആൾക്കാർ ആത്മാർത്ഥമായിരിക്കാം, പക്ഷേ മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അനുഭവം ഉണ്ടാവാത്തത്. അത് ഉണ്ടാവണം. അപ്പോൾ അവിടെ എന്താണ് ഇതിന് വേണ്ട യോഗ്യതയെന്നും എന്താണ് തടസ്സമെന്നും അതിനെന്താ ചെയ്യേണ്ടതെന്നെല്ലാം വ്യക്തമാക്കി ഭഗവാൻ ഈ അനുഭവത്തിലൂടെ. ഇനി നിൻ്റെ മനസ്സ് വേറെ എവിടേക്കും പോവില്ല. ഇനി ഈ ജന്മം കഴിഞ്ഞ് അടുത്തൊരു ജന്മം നിൽക്കുന്നുണ്ടാവും ബ്രഹ്മാവിൻ്റെ മകനായിട്ട്. അന്ന് ഈ കൽപ്പകാലം കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് വീണ്ടും അടുത്ത കൽപ്പത്തിൽ നിന്ന് ജനിക്കുമ്പോഴും ഈ ഓർമ്മ നിനക്ക് നഷ്ടപ്പെടില്ല. എങ്ങനെയാ അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നടന്നൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാവണമെന്ന് വ്യാസൻ ചോദിക്കുമ്പോൾ പറയാം, അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. വേദമന്ത്രങ്ങൾ ധ്വനിക്കുന്നതായ ഒരു വീണ ഭഗവാൻ കൊടുത്തു. ഭഗവാൻ തന്നതായി വീണ. നാരദൻ പറയുക, ഈ വീണയിൽ ഭഗവാന്റെ മഹിമകളങ്ങനെ പാടിക്കൊണ്ട് ഞാൻ ലോകത്തിലങ്ങനെ സഞ്ചരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിലോ അവിടുന്ന് എണീറ്റു ഭഗവാൻ പറഞ്ഞല്ലോ ഈ ജന്മത്തിൽ നിനക്കില്ലയെന്ന്. ഞാൻ അവിടുന്ന് ആ ഭഗവൻ നാമം പാടിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തീർത്ഥായ തീർത്ഥങ്ങളും ക്ഷേത്രായ ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് ഈ ദേഹം ഒന്ന് വീഴണതും കാത്തുകൊണ്ടിരുന്നു അത്രേ. നോക്കണം, നമുക്കിന്ന് ഈ ദേഹം പോകുമ്പോൾ അയ്യോ പേടിയാ. പക്ഷേ നാരദനും കുറപ്പ് കിട്ടിയിട്ടില്ലേ ഭഗവാനെ കൊടുത്തേണ്ട വാക്ക്. അതുകൊണ്ട് ഈ ദേഹം എവിടെ വീണ് പോകണത് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. അവസാനം ഒരു തീർത്ഥക്കരയിൽ ആ ദേഹം വീണുപോയി. അത് നേരെ ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മാവ് ഇറങ്ങിയ സമയത്ത് ആ പ്രളയം കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവ് പിറ്റേ ദിവസം സൃഷ്ടി ആരംഭിച്ച സമയത്ത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ട് നാരദൻ പറഞ്ഞിരിക്കുക. ഭഗവാൻ കൊടുത്ത ഈ വീണയിൽ ഭഗവാന്റെ തിരുനാമങ്ങളങ്ങനെ പാടിക്കൊണ്ട് ഭഗവത് മഹിമകളെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കുക പറയാം എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്താനുഭവത്തെ ഗുരുനാഥൻ ശിഷ്യന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു ദാസീപുത്രൻ്റെ അവസ്ഥ എവിടെ? ഇന്ന് നാരദൻ്റെ അവസ്ഥ എവിടെ? ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായില്ലേ. വേദവ്യാസ മഹർഷിക്ക് നോക്കൂ, ഈ നാരദൻ്റെ മഹത്വം. വേദവ്യാസന് ആ ഭഗവത് ഭക്തി മഹിമ പറഞ്ഞു കൊടുത്ത് ഭാഗവതം രചിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. വാൽമീകി മഹർഷിയുടെ അടുത്ത് പോയിട്ട് ശ്രീരാമൻ്റെ മഹിമ പറഞ്ഞു കൊടുത്ത് രാമായണം എഴുതാൻ പ്രേരിപ്പിച്ചു അല്ലേ. അനേകം റിസർച്ച് നടത്തിയ റിസർച്ച് സ്കോളറായി നാരദൻ. റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തേക്കണത് ഈ പുരാണങ്ങൾ മുഴുവനേ. ഗർഭത്തിൽ വെച്ചേ പരീക്ഷണം നടത്തി പ്രഹ്ലാദൻ. ഹിരണ്യകശിപു ലോകഭീകരനാണ് ഹിരണ്യകശിപു അല്ലേ. 3 ലോകത്തെയും കിടുകിട ഭീകരൻ്റെ മകൻ എങ്ങനെയാണ് ഭീകരത്വം ഇല്ലാണ്ട് സദ്ഗുണസമ്പന്നനായി ദേവന്മാർ പോലും ആരാധിക്കുന്ന കഥാപാത്രമായി ഭഗവാന്റെ കണ്ണിലുള്ളിയായ പ്രഹ്ലാദനായി മാറിയത്? നാരദനല്ലേ. 5 വയസ്സിലാണ് ആ ധ്രുവൻ ഭഗവാനെ ഭജിക്കാൻ പോയത്. അവനെ ഭഗവാനെ ഭജിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത് ധ്രുവത്തെ താരമാക്കി മാറ്റിയില്ലേ. സ്റ്റാറുകളുടെ കാല, ഭക്തന്മാരിൽ സ്റ്റാറായി അല്ലേ ധ്രുവൻ. ആരാക്കി? പുരഞ്ജനോപാഖ്യാനം പറഞ്ഞു കൊടുത്ത് പ്രജേസുകളുടെ അച്ഛനായ ബർഹിഷത്തിനെ അദ്ദേഹത്തിനെ വൈകുണ്ഠത്തിലേക്ക് അയച്ചു. എത്ര ആൾക്കാരെ നാരദ മഹർഷി ഈ ഭഗവൻ മഹിമ പറഞ്ഞ് കേൾപ്പിച്ച് ഭക്തന്മാരാക്കി മനസ്സിനെ ശുദ്ധീകരിച്ച് ഭഗവത് പദം പ്രാപിക്കാൻ സഹായിച്ചത്.